soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അജപാലന ദൗത്യം ഏറ്റെടുത്ത 2013 മാർച്ച് മാസത്തിന് ശേഷം റോമിൽ പോകുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ആ വർഷം തന്നെ മാർപ്പാപ്പയെ കാണുവാനും സാധിച്ചു. വളരെ ആകസ്മികമായിട്ടാണ് ആ കാഴ്ച നടന്നത്. റോമിലെ എല്ലാ വൈദികരെയും, റോമൻ രൂപതയിലെ വൈദികരെ വലിയാഴ്ചയുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ കാണുന്നൊരു പതിവുണ്ട്. ഞാൻ റോമൻ രൂപതയിലെ വൈദികനല്ലെങ്കിലും എനിക്ക് കാണാൻ സാധിക്കുമോ എന്നൊരു സംശയം ഉന്നയിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ചൊല്ലുക, അവർ കടത്തിവിടും, വൈദികനാണെന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോൾ ദ 6th ഹാളിലേക്ക് കടന്നു ചെല്ലുന്നതും അവിടെ വെച്ച് ഹാളിൻ്റെ മുൻഭാഗത്തിരുന്നിരുന്ന കുറേ വൈദികരെ മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് കാണുകയുണ്ടായി. അങ്ങനെ കണ്ട സമയത്ത് ഞാൻ മാർപ്പാപ്പയോട് പറഞ്ഞത്, എല്ലാ യുവജനങ്ങളുടെയും ആശംസകൾ അങ്ങേക്ക് നേരുന്നു, എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു എന്നാണ്. കാരണം ഞാൻ റോമിലേക്ക് പോകുമ്പോഴും യുവജനങ്ങളോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഒരു യുവജനങ്ങളുടെ ഒരു ആഭിമുഖ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. വളരെ സ്നേഹസാന്ദ്രമായ ഒരു നിമിഷമായിരുന്നു അത്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി. അദ്ദേഹം പറഞ്ഞ എല്ലാവരോടും പറയുന്നത് പോലെ എന്നോടും പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് ഈ മാർപ്പാപ്പയുടെ ഓരോ പ്രബോധനങ്ങളും ഞാൻ കൂടുതൽ അടുത്ത് വായിക്കുവാനും ശ്രദ്ധിക്കുവാനും തുടങ്ങി. ജോയ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനം വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം സഭയെ എങ്ങോട്ടാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അയച്ചു വരുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഹോപ്പ്. സ്വാഭാവികമായിട്ടും സഭയുടെ മുന്നോട്ടുള്ള യാത്രയിൽ താൻ ഒരു പടി മുന്നോട്ട് വെച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഐ എം ജസ്റ്റ് വൺ സ്റ്റെപ്പ്. അപ്പോൾ ഇനിയും സഭ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് വ്യക്തമായ ഒരു ബോധ്യത്തോടുകൂടിയാണ് അദ്ദേഹം നമ്മിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നത്. ഈ പ്രത്യാശയുടെ ഒരു യാത്രയാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രത്യാശയുടെ യാത്ര നടത്തിയപ്പോൾ അതിൽ ധാരാളം സംഘർഷങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ധാരാളം മനുഷ്യരെ കണ്ടുമുട്ടിയതിൻ്റെ അനുഭവങ്ങൾ പലതും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഏറ്റവും അവസാനം നമ്മളോട് ചോദിക്കുന്ന, നമ്മുടെ അസ്തിത്വത്തിൻ്റെ അവസാനം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ആർ യു ബിലീവർ എന്നതല്ല, ആർ യു ബിലീവബിൾ എന്നാണ് ചോദിക്കുന്നത്. നീ വിശ്വാസിയാണോ എന്നല്ല, നീ വിശ്വാസയോഗ്യനാണോ? തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ യോഗ്യനായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ശൈലികളുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ പ്രകാശം തന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്തും അദ്ദേഹം പറയുന്നത്, ടെൻഡർനെസ്, സൗമ്യതയും മൃദുലതയും ഒരു വീക്ക്നെസ് അല്ല, ഒരു ബലഹീനതയല്ല, അതൊരു ശക്തിയാണെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലും സഭയിലെ ഉള്ളിലും കാണുന്ന അക്രമവാസനയോട് അദ്ദേഹം വളരെയധികം പോരാടിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. സഭയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു അക്രമവാസനയുണ്ട്. പുറത്തുള്ളത്, പ്രത്യേകിച്ച് യുദ്ധങ്ങൾക്കെതിരെ അദ്ദേഹം എപ്പോഴും സംസാരിക്കാൻ കാരണം അതിൻ്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയും എന്ന രീതിയിലാണ് ആയുധം താഴെ വയ്ക്കാൻ ഏറ്റവും അവസാന നിമിഷം പോലും അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, അദ്ദേഹം ആദ്യത്തെ നോമ്പ് കാലത്ത്, അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം ആദ്യം നൽകിയ നോമ്പുകാല സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇൻഡിഫറൻസ് ഈസ് സിൻ, നിസ്സംഗതയാണ് പാപം.
എനിക്കിത് വളരെ ആകർഷകമായിട്ട് തോന്നി. നമ്മൾ പലപ്പോഴും നിസ്സംഗതയോടുകൂടി നിൽക്കുന്നത് ഒരു പാപമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ ഗൗരവതരമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ അവരെ നമ്മൾ അവഗണിക്കുമ്പോൾ, നിസ്സംഗതയോടെ പെരുമാറുമ്പോൾ നമ്മളൊരു അഗ്രഷനാണ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇൻഡിഫറൻസ് ഈസ് അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു വലിയ പ്രവണത നിസ്സംഗത പുലർത്തുക എന്നുള്ളതാണ്. എൻ്റെ കാര്യം മാത്രം നോക്കി മറ്റെൻ്റെ സമൂഹത്തിൽ എന്തു നടന്നാലും, എൻ്റെ ചുറ്റുപാട് എന്ത് നടന്നാലും ഞാൻ നിസ്സംഗതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരു ക്രൈസ്തവനായിരിക്കാൻ സാധിക്കുകയില്ല എന്ന് മാർപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയും അതുതന്നെയാണ്. നിസ്സംഗതയോടുകൂടി ജീവിക്കാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവൻ എൻ്റെ സഹോദരനാണ്, മനുഷ്യൻ മാത്രമല്ല സഹോദരനും സഹോദരിയുമായിട്ട് കണക്കാക്കപ്പെടേണ്ടത്, ഈ ഭൂമിയെയും സ്വന്തമായിട്ട് ഒരു കോമൺ ഹോം ആ വാക്കാണല്ലോ അദ്ദേഹം ഉപയോഗിക്കുന്നത്, കണക്കാക്കുന്ന വളരെ സജീവമായൊരു സാന്നിധ്യമായിട്ട് മനുഷ്യർ മാറുമ്പോഴാണ് അവർക്ക് ക്രൈസ്തവരായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്സംഗത ഒരു വിധത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധനം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. കൂടുതൽ സജീവമാകാൻ, കൂടുതൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ അദ്ദേഹം പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രബോധനം കടന്നു വന്നത് ക്രൈസ്തവൻ എപ്പോഴും സന്തോഷവാനായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ക്രൈസ്തവൻ ഉദ്ധിതനായ യേശുവിൻ്റെ സന്തോഷം ജീവിതത്തിൽ പുലർത്തുന്നവനാകണം. അല്ലാതെ ഒരു ശവസംസ്കാരം കഴിഞ്ഞ് വരുന്ന വ്യക്തികളുടെ മുഖം പോലെ വിഷാദമുള്ള മുഖവുമായിട്ട് ക്രൈസ്തവർ ജീവിക്കരുതെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ക്രൈസ്റ്റ് ഈസ് ലിവിങ്, ഇന്നും ജീവിക്കുന്നവനാണ്. അദ്ദേഹം ഇതിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് വീണ്ടും വീണ്ടും. എന്താണ് സഭയുടെ ഭാവി എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് ഈസ് വിത്ത് അസ്, ക്രൈസ്റ്റ് ഈസ് ലിവിങ്. അത് തന്നെയാണ് സഭയുടെ ഭാവി. നമ്മുടെ കൈകളിലല്ല സഭയുടെ ഭാവി ഇരിക്കുന്നത്, അത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സന്തോഷം മനസ്സിൽ കൊണ്ടു നടക്കുക എന്നത് ഒരു ക്രൈസ്തവൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം പോലെയാണ് മാർപ്പാപ്പ അവതരിപ്പിക്കേണ്ടത്. അത് നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കേണ്ടതാണ്, ചിന്തിപ്പിക്കേണ്ടതാണ്. ക്രൈസ്തവൻ എന്ന രീതിയിൽ ഞാൻ സന്തോഷവാനാണോ? ഇന്ന് ധാരാളം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, മനുഷ്യരിൽ വിഷാദരോഗം കൂടി വരുന്നു. അതുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവനാണെങ്കിൽ മാർപ്പാപ്പ പറയുന്ന രീതിയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം, സുവിശേഷാടിസ്ഥാനമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ നമ്മൾ ഒരിക്കലും വിഷാദ രോഗത്തിന് അടിമപ്പെടുകയില്ല. കാരണം ഉദ്ധിതൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, അതിൽ ഈ പുസ്തകത്തിൻ്റെ 46-ാമത്തെ പേജിൽ വളരെ യാദൃച്ഛികമായിട്ട് ഏത് അവസരത്തിൽ പറഞ്ഞതായാലും ഇന്നത്തെ നമ്മുടെ സഭയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ടു കൺഫ്യൂസ് യൂണിറ്റി വിത്ത് യൂണിഫോമിറ്റി ഈസ് എ ഡയബോളിക്കൽ ടെംപ്റ്റേഷൻ എന്നാണ്. അതായത് ഐക്യരൂപ്യത്തെ ഐക്യവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തുമ്പോൾ അതൊരു പൈശാചിക പ്രലോഭനമാണെന്നാണ് പറയുക. ഇത് തന്നെയായിരുന്നല്ലോ നമ്മുടെ സീറോ മലബാർ സഭയിലുണ്ടായ പ്രശ്നം. യൂണിഫോമിറ്റി കൊണ്ടുവന്ന് യൂണിറ്റിയെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ മാർപ്പാപ്പയുടെ മനസ്സെന്താന്ന് ഇവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. ടു കൺഫ്യൂസ് യൂണിറ്റി വിത്ത് യൂണിഫോമിറ്റി ഈസ് എ ഡയബോളിക്കൽ ടെംപ്റ്റേഷൻ. പൈശാചികമായ ഇങ്ങനൊരു പ്രലോഭനത്തിന് ആരൊക്കെയോ അടിമപ്പെട്ടു പോയതുകൊണ്ടല്ലേ ഈ സഭയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത്? ഐക്യവും ഐക്യരൂപ്യവും ഒന്നല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ മനോഭാവമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ആഹ്വാനം എന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ മനോഭാവത്തിനും ചൈതന്യത്തിനും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിനും എതിരായിട്ടാണ് ഒരു സമൂഹം നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ദർ ഈസ് എ റിക്കൺസൈൽഡ് ഡിവേഴ്സിറ്റി, അനുരഞ്ജിതമായ വ്യത്യസ്തതയാണ് നമുക്ക് ആവശ്യം, അല്ലാതെ ഫോഴ്സ്ഡ് യൂണിഫോമിറ്റി അല്ല എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ അനുരഞ്ജിതമായ ഒരു വ്യത്യസ്തതയെ അംഗീകരിക്കുക എന്നത് ഒരു സഭാസമൂഹത്തിന് ആവശ്യമാണ്, ഒരു രാജ്യത്തിന് ആവശ്യമാണ്.
നമ്മുടെ ഭാരതത്തിൽ വ്യത്യസ്തതയെ, ബഹുസ്വരതയെ അംഗീകരിക്കാത്ത ഒരു സമകാലിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രമാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നത്. ആ സെക്യുലർ വേൾഡിൽ ഒരു രാജ്യത്തിൽ ബഹുസ്വരതയെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതേ നിലപാട് തന്നെ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ആ പ്രബോധനത്തിന് നേരെ വിപരീതമായിട്ട് നമ്മൾ നീങ്ങുകയല്ലേ എന്ന് പരിശോധിക്കണം. അതൊരു ഡിക്റ്റേറ്റർഷിപ്പാണ്, അതൊരു ഫാസിസത്തിൻ്റെ മനോഭാവമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുക, ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഓർക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടതിനെ കുറിച്ചുള്ള അധിക ദുഃഖങ്ങൾ എനിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും വർഷക്കാലം, 12 വർഷക്കാലം ഈ സഭയുടെ ദർശനം എന്തെന്ന്, സഭ എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്ന് സുവിശേഷ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജീവിതത്തിലൂടെ പറഞ്ഞു. പേഴ്സൺ ഈസ് ദ മെസ്സേജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ വ്യക്തിയാണ് സന്ദേശം എന്നാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അദ്ദേഹം കൈമാറ്റം ചെയ്യുന്നൊരു സന്ദേശമുണ്ട്, വാക്കുകളില്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലൂടെ, ചില അടയാളങ്ങളിലൂടെ, ചില കൊച്ചു ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം സുഡാനിലെ ലീഡേഴ്സിൻ്റെ കാലുമുത്തുന്നത് വഴി സമാധാനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനം, ഒരു അടയാളമാണ്. വേറെ ഒന്നും അദ്ദേഹം പറയേണ്ടതില്ല, അവരുടെ അദ്ദേഹം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നിന്ന് വന്ന ആഭ്യന്തര യുദ്ധത്തിലായിരുന്ന അവിടുത്തെ നേതാക്കളെ വത്തിക്കാനിൽ വിളിച്ചു കൂട്ടിയിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രസിഡന്റിൻ്റെയും കാലുമുത്തിക്കൊണ്ട് സമാധാനത്തിന് വേണ്ടി കേഴുന്ന മാർപ്പാപ്പ തൻ്റെ ജീവിതം കൊണ്ടൊരു സന്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുക മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്നും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം നിസ്സംഗത വെടിയുക എന്നതാണ്. നിസ്സംഗതയാണ് പാപം. രണ്ടാമത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സന്തോഷം സ്വന്തമാക്കുക എന്നതാണ്. മൂന്നാമത് നമ്മൾ ഓർത്തെടുക്കേണ്ടത് യൂണിറ്റി എന്നുള്ളതാണ്. പരമപ്രധാനം യൂണിഫോമിറ്റി അല്ല എന്ന മാർപ്പാപ്പയുടെ മനസ്സ് സ്വായത്തമാക്കുക എന്നതാണ്. നാലാമത്തത് ജീവിതം കൊണ്ട് സന്ദേശം കൊടുക്കുക എന്ന ആ മാർപ്പാപ്പയുടെ ശൈലി നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുമ്പോൾ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കത്തോലിക്ക സഭയുടെ ഒരു തലവൻ, ഇങ്ങനെയൊരു തലവൻ ഉണ്ടായല്ലോ, അത് അനുഗ്രഹമായല്ലോ, അത് കർത്താവിൻ്റെ തന്നെ ഒരു സന്ദർശനമായിരുന്നല്ലോ എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ വിനയപൂർവ്വം ഞാൻ അർപ്പിക്കുന്നത്. നന്ദി.